നമസ്കാരം. അടുത്തിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാത്തതുകൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വൈകിപ്പിക്കാനുള്ള സജീവ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം. ബി.ജെ.പി. ജെ.ഡി.എസ് സഖ്യം ഭൂരിപക്ഷം സീറ്റുകൾ നേടുകയും ഒക്കലിംഗ ആധിപത്യമുള്ള മൈസൂരു മേഖലയിൽ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. ബംഗളൂരു കോർപ്പറേഷൻ, മൈസൂർ സിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്ക് പുറമെ ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളാണ് ഇനി കർണാടകയിൽ നടക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ നിലവിൽ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തിരിച്ചടിയായേക്കും എന്നാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ആഭ്യന്തര സർവേയിൽ അനുകൂല അഭിപ്രായം ലഭിക്കാത്തത് കൊണ്ട് തന്നെ നിയമസഭാ അംഗങ്ങളും നേതാക്കളും തെരഞ്ഞെടുപ്പിന് തിടുക്കം കാട്ടുന്നില്ല എന്നുകൂടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി.ജെ.പി. ജെ.ഡി.എസ് സഖ്യം ഭൂരിപക്ഷം കോർപ്പറേഷനുകളിലും പഞ്ചായത്തുകളിലും അധികാരം പിടിക്കുകയും ചെയ്യും. ഇത് പാർട്ടിക്ക് സംസ്ഥാനത്ത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും എന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പാർട്ടിക്കുള്ളിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എങ്കിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ മനോവീര്യം കെടുത്തിയ നിലയിലാണുള്ളത്. മറുവശത്ത് ബി.ജെ.പി. ജെ.ഡി.എസ് സഖ്യമാവട്ടെ മികച്ച ആത്മവിശ്വാസത്തിലാണ്. 146 നിയമസഭാ മണ്ഡലങ്ങൾ ലീഡ് നേടിയതോടുകൂടി പ്രതിപക്ഷ ക്യാമ്പുകൾ വളരെയധികം ആവേശഭരിതമാണ്. മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സഖ്യമായി തന്നെ മുന്നേറും എന്നാണ് ബി.ജെ.പിയും ജെ.ഡി.എസും ഒന്നിച്ചു പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ മൈസൂരു സിറ്റി കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. 65 വാർഡുകളിൽ 35-ൽ കൂടുതൽ വാർഡുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു അന്ന് അവർ അവകാശവാദം ഉന്നയിച്ചത്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 24 സീറ്റുകളും ബി.ജെ.പി. 21 സീറ്റുകളും ജെ.ഡി.എസ് 18 സീറ്റുകളുമാണ് നേടിയത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൈസൂർ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ യദുവീർ കൃഷ്ണദത്ത നരസിംഹാജ വാഡിയാർ മികച്ച വിജയം നേടിയിരുന്നു. ഇതൊക്കെ കോൺഗ്രസ് നേതൃത്വത്തെ വളരെയധികം ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ 12 അല്ലെങ്കിൽ 13 വാർഡുകളിൽ മാത്രമേ കോൺഗ്രസിന് വിജയിക്കാൻ സാധിക്കൂ എന്നാണ് കോൺഗ്രസിലെ തന്നെ മുതിർന്ന നേതാക്കൾ പറയുന്നത്. എൻ.ആർ. മോഹല്ല, ഗസേര, യഗരനഹള്ളി, രാഘവേന്ദ്ര നഗർ തുടങ്ങി ഹിന്ദു ആധിപത്യ മേഖലകളിൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതം ഇപ്പോൾ 53,000-ൽ നിന്നും 62,000-ആയി മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മൈസൂരു, മാണ്ഡ്യ, കോലാർ തുടങ്ങിയ ജില്ലകളിലെ കോൺഗ്രസ് നിയമസഭാ അംഗങ്ങളും ഇപ്പോൾ ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ ബി.ജെ.പിയും ജെ.ഡി.എസും ചേർന്ന് നേടിയ വിജയത്തിന്റെ തിളക്കം കുറയും എന്നും അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താമെന്നുമാണ് കോൺഗ്രസ് ക്യാമ്പ് കണക്കുകൂട്ടുന്നത്. ആ സമയം കൊണ്ട് പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്താൻ സാധിക്കുമെന്നുകൂടി അവർ വിശ്വസിക്കുന്നു. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ പ്രാദേശിക പ്രശ്നങ്ങളെയും പ്രാദേശിക സ്ഥാനാർത്ഥികളെയും ആശ്രയിച്ചാണ് എങ്കിൽ പോലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ജെ.ഡി.എസ് ബി.ജെ.പിയുമായി ഒരു പരിധി വരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ തിടുക്കം കൂട്ടേണ്ട എന്നാണ് കോൺഗ്രസിലെ പൊതുവികാരം. ഈ സാഹചര്യത്തിൽ കർണാടകയിൽ തെരഞ്ഞെടുപ്പുകൾ വൈകിപ്പിക്കാനുള്ള സജീവ ശ്രമങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. അതേസമയം പ്രതിപക്ഷ ക്യാമ്പാവട്ടെ ബി.ജെ.പിയിൽ നിന്നാവട്ടെ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പുകൾ നടത്തണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.